പിന്നെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാവരും ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്, പലയിടത്തുനിന്ന് അവിടെ നിർത്തി കൊടുക്കുന്നത്, ഇവിടെ നിർത്തി കൊടുക്കുന്നത്. അതായത് ജിന്നിനോടുള്ള ഇസ്തിആനത്ത് കാര്യകാരണ ബന്ധത്തിൻ്റെ അപ്പുറമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത് ശിർക്കാണെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ജിന്ന് ഉപദ്രവിക്കുന്ന ആവുന്നതും ശിർക്കാവണ്ടേ, മലക്കുകൾ സഹായിക്കുന്ന പറയണതും ശിർക്കാവണ്ടേ എന്നുള്ള ഒരു വലിയ ചോദ്യമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോൾ മാത്രമൊന്നുമല്ല, ഇത് ഫൈസൽ മുസ്ലിയാരുടെ ഫസ്റ്റ് സ്റ്റെപ്പുകൾ ഇതായിരുന്നു. അതായത് നിങ്ങൾ ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശിർക്കാണെന്ന് പറയുന്നത് കാര്യകാരണ ബന്ധത്തിന് അതീതമായ തേട്ടമാണത് എന്നാണല്ലോ നിങ്ങളുടെ ന്യായം. എങ്കിൽ ജിന്നുകൾ ഉപദ്രവിക്കും എന്ന് പറയുന്നതും ശിർക്കാവണ്ടേ, മലക്കുകൾ സഹായിക്കുമെന്ന് പറയുന്നതും ശിർക്കാവണ്ടേ? അത് ആവാതെ എങ്ങനെയാണ് സഹായത്തേട്ടം മാത്രം ശിർക്കാവുന്നത് എന്ന് ഭയങ്കര തത്തമായിട്ട് ഫൈസൽ മുസ്ലിയാരാണ് ആ ഫാക്ടറിയിൽ നിന്ന് അടിച്ചുണ്ടാക്കിയത്. അത് പന്നിപ്പാറ സംഭവത്തിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് തന്നെ അതിന് മറുപടി പറഞ്ഞത്. പിന്നീട് ഇസ്ലാം പാഠശാലയുടെ വിവിധ പ്രോഗ്രാമുകളിൽ നമ്മളിത് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇത് കുട്ടികൾ പറഞ്ഞുകൊണ്ടെടുക്കുകയാണ്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിത് മനസ്സിലായിട്ടില്ല. ഈ കാര്യകാരണ ബന്ധം എന്ന് പറയുമ്പോൾ ഒരു കാര്യകാരണ ബന്ധം, അതിൻ്റെ ഉള്ളിൽ മനുഷ്യൻ, ജിന്ന്, മലക്ക് ഇങ്ങനെ കിടക്കുന്നതിന് ഇവർ ധാരണ. അപ്പോൾ എന്താ കാര്യകാരണ ബന്ധം എന്ന് തന്നെ ഇവർക്ക് പിടിയിട്ടിട്ടില്ല. എന്താ കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അള്ളാഹു ഓരോ ജീവവർഗത്തിനും വെച്ചിട്ടുള്ള പ്രപഞ്ച വ്യവസ്ഥ, പ്രാപഞ്ചിക വ്യവസ്ഥ അല്ലെങ്കിൽ പ്രകൃതി വ്യവസ്ഥ, ഇതാണ് കാര്യകാരണ ബന്ധം. അഥവാ മനുഷ്യന് ഒരു കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ, കാര്യകാരണ ബന്ധ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രകൃതി വ്യവസ്ഥ. ജിന്നിൻ്റെ കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ ജിന്നിൻ്റെ പ്രകൃതി വ്യവസ്ഥ. എല്ലാ സൃഷ്ടികളും അവർക്കല്ല നിശ്ചയിച്ച കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിൽ, അഥവാ പ്രകൃതി വ്യവസ്ഥയിൽ, പ്രാപഞ്ചിക വ്യവസ്ഥയിൽ അവരെന്താണ്, അതിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി പ്രവർത്തിക്കാൻ അവർക്ക് പറ്റൂല. അപ്പോൾ ജിന്നുകളോട് മനുഷ്യൻ സഹായം തേടുമ്പോൾ എന്താ, മനുഷ്യൻ്റെ കാര്യകാരണ ബന്ധത്തിൻ്റെ പുറത്താണ് ജിന്ന്, മനുഷ്യൻ്റെ കാര്യകാരണ ബന്ധത്തിൻ്റെ പുറത്താണ്. അപ്പോൾ മനുഷ്യൻ്റെ തേട്ടം എന്തായി, കാര്യകാരണ ബന്ധത്തിന് അതീതമായ തേട്ടായി, അതുകൊണ്ട് ശിർക്കായി. അപ്പോൾ ജിന്ന് നമ്മൾ ഉപദ്രവിക്കുന്ന പറഞ്ഞാലോ, ജിന്നിൻ്റെ കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലാണ് മനുഷ്യന് ജീവിതത്തിൽ ഇടപെടാനും മനുഷ്യനെ വസ്വാസിലാക്കാനും തിന്മയിലേക്ക് കൊണ്ടുപോകാനും അവനോട് ഇസ്തിംദാഅ് നടത്താനും ഒക്കെ അള്ളാഹ് ജിന്നിനെ അനുവദിച്ചിട്ടുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, നമ്മളെ കാണുന്നു, നമ്മളെ അറിയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു. അള്ളാഹ് അനുവദിച്ച ഏരിയകളിൽ, എന്നാൽ ഇടപെടാൻ പറ്റാത്ത ഏരിയയുണ്ട്, പക്ഷേ അള്ളാഹ് അനുവദിച്ച ഏരിയകളിൽ എന്ത് ചെയ്യുന്നു, അവരിടപെടുന്നു. അതുപോലെ തന്നെ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി പല ഉപകാരങ്ങൾ ചെയ്യാൻ അള്ളാഹ് അവരെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഹഫളത്തിൻ്റെ മലക്കൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ വേറെ പ്രൊട്ടക്ഷൻ്റെ മലക്കുകളുണ്ട്. ഇങ്ങനെ ഈ മലക്കുകൾ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെ, അവർക്ക് അള്ളാഹ് വെച്ചിട്ടുള്ള കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് ഇടപെടുന്നു. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടു, അവിടെ അള്ളാഹും റസൂലും അങ്ങ് അവരെ പറ്റി എന്തൊക്കെ പറഞ്ഞു അത് മുഴുവൻ വിശ്വസിക്കൽ ഈമാനാണ്. പക്ഷെ നമ്മുടെ കാര്യകാരണ ബന്ധത്തിൻ്റെ പുറത്താണ് അവർ. ഗൈബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, അത് ഇവർക്ക് മനസ്സിലായിട്ടില്ല കുട്ടികൾക്ക്. ഒരു മനുഷ്യനെ സംബന്ധിച്ചൊരു കാര്യം ഗൈബാണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കാര്യകാരണ ബന്ധത്തിന് പുറത്താണെന്ന് അതിൻ്റെ അർത്ഥം. മലക്കാവട്ടെ, ജിന്നാവട്ടെ, നരകാവട്ടെ, സ്വർഗ്ഗാവട്ടെ, ഇതൊക്കെ മനുഷ്യന് ഖബർ ജീവിതമാവട്ടെ, ബർസഖാവട്ടെ, റൂഹാകട്ടെ, ഇതൊക്കെ മനുഷ്യനെ സംബന്ധിച്ച് ഗൈബാണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കാര്യകാരണ ബന്ധത്തിൻ്റെ പുറത്താണ്. മനുഷ്യർക്ക് ഒരിക്കലും അങ്ങോട്ട് ആക്സസ് ഇല്ല. അങ്ങോട്ട് പോയിട്ട് അതിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ മനുഷ്യന് സാധിക്കൂല. വഹിയിൽ കൂടെ മാത്രമേ സാധിക്കൂ. ഞാനിത് വെറുതെ പറയല്ല. പിന്നെ സൂറത്ത് ജിന്ന് അതിൻ്റെ 28ാമത്തെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി പറയാണ്, ബുദ്ധി കൊണ്ടോ ബാഹ്യേന്ദ്രിയങ്ങൾ വഴിയോ അറിയുവാൻ കഴിയാത്തതും, ബുദ്ധി കൊണ്ട് അറിയാൻ പറ്റില്ല, ബാഹ്യേന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്തതും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതുമായ കാര്യങ്ങൾക്കാണ് അദൃശ്യകാര്യം അൽ ഗൈബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ബുദ്ധി കൊണ്ട് മനുഷ്യന് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ബാഹ്യേന്ദ്രിയങ്ങൾ വഴി മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ കാര്യകാരണ ബന്ധത്തിന് അതീതായിരിക്കും. അൽ ഗൈബ് എന്ന് പറഞ്ഞാൽ ഊഹിച്ചോ ഗണിച്ചോ ലക്ഷണ മുഖേനയോ പരിചയത്തെ അടിസ്ഥാനമാക്കിയോ യന്ത്രസാമഗ്രികൾ ഉപയോഗപ്പെടുത്തിയോ അറിഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും അദൃശ്യജ്ഞാനങ്ങളല്ലെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. അഥവാ മനുഷ്യന് ഒരിക്കലും അറിയാൻ പറ്റില്ല ഗൈബിയായ കാര്യം, അത് കാര്യകാരണ ബന്ധത്തിന് അതീതാണ്. അല്ല, ഗൈബ് എന്ന് പറഞ്ഞാൽ തന്നെ കാര്യകാരണ ബന്ധത്തിന് അതീതാണ്. അപ്പോൾ ജിന്ന് മനുഷ്യനെ സംബന്ധിച്ച് ഗൈബാണെന്ന് പറഞ്ഞാൽ ജിന്ന് മനുഷ്യനെ സംബന്ധിച്ച് കാര്യകാരണ ബന്ധത്തിൻ്റെ പുറത്താണ്. മലക്ക് മനുഷ്യനെ സംബന്ധിച്ച് ഗൈബ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് കാര്യകാരണ ബന്ധത്തിൻ്റെ പുറത്താണ്. അപ്പോൾ അങ്ങനെ മനുഷ്യനെ സംബന്ധിച്ച് കാര്യകാരണ ബന്ധത്തിൻ്റെ പുറത്തായ ജീവികൾ, സൃഷ്ടികൾ എങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ ഇടപെടുന്നത്, അത് അവരുടെ കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലാണ്. ഇത്ര മനസ്സിലാക്കണ്ടല്ലോ. മലക്ക് എങ്ങനെയാണ് നമ്മൾ, ഹഫളത്തിൻ്റെ മലക്ക് എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, അത് അള്ളാഹു അതിൻ്റെ കാര്യകാരണ ബന്ധം നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ
ചില ഏരിയകളിൽ ഇടപെടാൻ അനുവദിച്ചിട്ടുണ്ട്. അവരുടെ വ്യവസ്ഥ അതാണ്. ആ പ്രകൃതി വ്യവസ്ഥക്കനുസരിച്ച് അവരിടപെടും. അവരുടെ കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നിങ്ങൾ അവരോട് തേടിയാലോ നമ്മളെ കാര്യകാരണ ബന്ധത്തിൻ്റെ പുറത്താണ്. അതാണ് നമുക്ക് വൈബായത്. ഈ വ്യത്യാസം മനസ്സിലാക്കാണ്ട് കാര്യമായിട്ടിരുന്ന് ചോദിക്കുന്നു. പിന്നെ ജിന്നുകളോടുള്ള സഹായത്തേട്ടം എന്താണ് കാര്യകാരണ ബന്ധത്തിന് അതീതമാണെങ്കിൽ, അങ്ങനെയാണ് ശിർക്കാകുന്നതെങ്കിൽ ആ ജിന്നുകൾ നമ്മളെ ഉപദ്രവിച്ചാൽ, ജിന്നു പല ഉപദ്രവം മനുഷ്യൻ ചെയ്യുന്ന ഖുർആനും ഹദീസും പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഉപദ്രവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമെന്ന് വിശ്വസിച്ചാൽ അതും ശിർക്കാവണ്ടേ? അതാവണ്ട. ആ ഖുർആനും ഹദീസും പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അത് ഈമാനിൽപ്പെട്ട കാര്യമാണ്. വിശ്വസിക്കണത് ഖുർആനും ഹദീസും പറഞ്ഞാണ്. അത് മുഴുവൻ വിശ്വസിക്കണം. അല്ലതിന് മിനുന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഗൈബിയായ കാര്യങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാലേ ഈമാനുള്ളവനാവുള്ളൂ. അതുകൊണ്ട് അള്ളാഹും റസൂലും ജിന്നും മലക്കും എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു പഠിപ്പിച്ചിട്ടുണ്ടോ അത്രയിലും വിശ്വസിക്കുക, അവിടെ ഒതുക്കുക. അതിൻ്റെ അപ്പുറത്തേക്കും പോകണ്ട ഇപ്പുറത്തേക്കും പോകണ്ട, അവിടെ നിൽക്കുക. അപ്പോൾ അവ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്? അത് അവരുടെ കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരു ആക്സസ് അല്ല കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാര്യകാരണ ബന്ധത്തിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ ഒരു ആക്സസ് അല്ല തന്നിട്ടില്ല. നമുക്കത് സമ്പൂർണ്ണമായിട്ട് അത് അടച്ചിരിക്കുകയാണ്. നമ്മളിനി അത് കാണുക മരണത്തോടുകൂടാണ്. മരിക്കുന്നവർ ആ ലോകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. മലക്കുൽ മൗത്തിനാണ് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഗൈബിയായ ലോകത്തുനിന്ന് കാണാം. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന സൃഷ്ടി മലക്കുൽ മൗത്താണ്. അതുവരെ ആലമുൽ ഗൈബിൽ നിന്ന് ഒരു സൃഷ്ടിനെ നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ഫുൾ ബ്ലാങ്കാണ്. ഇങ്ങനെ ഒരു ലോകം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അള്ളാഹു റസൂൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ലോകം തന്നെ അംഗീകരിക്കില്ല. അത്രമാത്രം നമുക്ക് ഫുൾ ബ്ലാങ്കാണ് ആ ഏരിയ. പക്ഷേ റൂഹ് പിടിക്കാൻ നേരത്താണ് ആദ്യമായിട്ട് ആലമു ഷഹാദയിലല്ലാത്ത ആലമുൽ ഗൈബിലുള്ള ഒരു സൃഷ്ടിനെ നമ്മൾ കാണാം. മലക്കുൽ മൗത്തിനാണ്. അവിടുന്ന് നമ്മൾ കാണും. ആരൊക്കെ കാണും? പിന്നെ നമ്മൾ മലക്കിനെ കാണും. പിന്നെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന മലക്കിനെ കാണും. ശൈത്താനെ കാണും. അതുപോലെ തന്നെ ജിന്നുകളെ കാണും. പലരെയും കാണും. നമ്മൾ ഇസ്തിംതാഴ് നടത്തിയിരുന്ന ശൈത്താൻ അവിടെ വെച്ച് നമ്മൾ കാണാം. അപ്പോഴേ നമുക്കറിയൂ ഈ സാധനം നമ്മളായിട്ട് ഇസ്തിംതാഴ് നടത്തി നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ്. അതുവരെ നമുക്കറിയില്ല. ഇപ്പോൾ ഇസ്തിംതാഴ് നടത്തിക്കൊണ്ടിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാവണില്ല. ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇടപെടുന്നതായിട്ട് നമുക്കൊരു ഫീലും ചെയ്യുന്നില്ലല്ലോ. പുറത്തുനിന്നൊരു ശക്തി ഇടപെടുന്നതായിട്ട് ഒരു ഫീലും ചെയ്യുന്നില്ല. കാരണം എന്താ? ഗൈബാണ്. കാര്യകാരണ ബന്ധത്തിൻ്റെ പുറത്ത് പെട്ട ജീവിയാണ്. അതിൻ്റെ ഇടപെടൽ നമുക്ക് മനസ്സിലാവില്ല. ശരിക്കും ഇവരല്ല അക്കലാനികൾ. ശരി, ആ അക്കലാനി എന്ന് പറഞ്ഞാൽ ഇവരാണ്. അതും ഏറ്റവും വില കുറഞ്ഞ അക്കലേറ്റാണ് വന്നിട്ടുള്ളത്. അക്കലാനി എന്ന് പറഞ്ഞാൽ ഇവരാണ്. പക്ഷേ അക്കലും ഏറ്റവും നിലവാരമില്ലാത്ത അക്കലേറ്റാണ് വന്നിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതിൽ ഒരു കാര്യമില്ല. ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കാണ്. എന്തുകൊണ്ട്? അവ ഗൈബിയായ സൃഷ്ടികളാണ്. നമ്മളെ സംബന്ധിച്ച് ഗൈബിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് കാര്യകാരണ ബന്ധത്തിൻ്റെ പുറത്താണ്. ആ തേട്ടം ശിർക്കാണ്. അപ്പോൾ അവർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതോ അവർ നമ്മൾ ഉപദ്രവിക്കുന്നതും സഹായിക്കുന്നതോ ജിന്നും മലക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ ചില മേഖലകളിൽ അവർക്ക് പ്രവേശിക്കാനും അവർക്ക് ഉപദ്രവം വരുത്താനും സഹായം ചെയ്യാനും ഒക്കെ ഉള്ള ആക്സസ് അല്ല ഉണ്ടാക്കിയിട്ട് അത് അവരുടെ കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലാണ്. ഈ വ്യത്യാസം ഇവർ ഒരിക്കലും വേർപ്പെടുത്തി പഠിക്കുകയില്ല. പഠിച്ചവർ കാര്യം തിരിയുമല്ലോ. അങ്ങനെ പഠിച്ചവർക്ക് കാര്യം തിരിയും. അങ്ങനെ തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൂട്ടിക്കുഴച്ചിട്ട് ഇതുകൊണ്ട് എന്തോ കാര്യം നേടാമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഞാനീ പറഞ്ഞ പോലെ തന്നെ ഈ വിഷം ഇവരുടെ ഹൃദയത്തിൽ കയറിപ്പറ്റി ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശിർക്കല്ല എന്ന വിഷം ഇവരിൽ കുത്തിവെക്കപ്പെട്ടു. ഇനി ഇവർക്ക് ഇതിനെ ന്യായീകരിക്കുക, ഇതിന് ഇവർ ആത്മാർത്ഥമായിട്ടും പഠിക്കാൻ ഇവരെ കൊണ്ട് തയ്യാറാകാത്ത വിധത്തിൽ ശൈത്താൻ ഇവരെ കൂടെ ഉണ്ടാവില്ല. കാരണം ശൈത്താൻ ഏറ്റവും വലിയ ഡോറാണല്ലോ ഇപ്പോൾ വിസ്തത്തിൻ്റെ വഴിക്ക് തുറന്നു കിട്ടിയിട്ടുള്ളത്. ആ ഡോറ് കൂടുതൽ മലക്കെ തുറക്കാനുള്ള എല്ലാ പരിശ്രമത്തിലും ശൈത്താൻ ഇവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. വലിയ പാടാണ് ആ ശിർക്കിൽ നിന്നും ആ പഴച്ച കൂടാരത്തിൽ നിന്നും ആളുകൾക്ക് പുറത്ത് കിടക്കാൻ വലിയ പാടാണ്. കാരണം അത്രയും ശൈത്താൻ അവരെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടാകും. അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ഈ ലോലാലത്തിൻ്റെ ന്യായങ്ങൾ ഇങ്ങനെ ശൈത്താൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് അവരിങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, വിശുദ്ധത്തിൻ്റെ പ്രവർത്തകരോട് അവസാനമായിട്ടോ ആദ്യമായിട്ടൊക്കെ പറയാനുള്ളത് മനുഷ്യൻ്റെ സംബന്ധിച്ച് ജിന്നുകൾ മലക്കുകളും ഇവകളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യകാരണ ബന്ധത്തിൻ്റെ പുറത്തുള്ളതാണ്. അവരോടുള്ള തേട്ടം എന്താണ്? ശിർക്കാണ്. അവർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു. ഉപദ്രവമായിട്ടും നന്മയായിട്ടും അവർ മംഫഅത്തായിട്ടും അവർ ഇടപെടുന്നു. അതെങ്ങനെ? അത് അവരുടെ കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ആക്സസ് അല്ല ചില ഏരിയകളിലൊക്കെ അനുവദിച്ചിട്ടുണ്ട്. ആ ഏരിയകളിൽ അവരത് ചെയ്യുന്നു. അത് നിങ്ങളെങ്ങനെ വിശ്വസിക്കുന്നു? അത് ഖുർആനും ഹദീസും പറഞ്ഞു തന്നു. എല്ലാ ഖത്തിൻ്റെയും കാര്യകാരണ ബന്ധം നിശ്ചയിച്ച അള്ളാഹു മനുഷ്യ നിൻ്റെ കാര്യകാരണ ബന്ധത്തിൻ്റെ പുറത്താണ് ജിന്നും മലക്കെന്ന് പഠിപ്പിച്ചു. ജിന്നിനും മലക്കിൻ്റെയും കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിൽ നിൻ്റെ ജീവിതത്തിൽ ചില ആക്സസുകളുണ്ട്, ചില ഓപ്പൺ ഡോറുകളുണ്ട് അവർക്ക് എന്ന് അള്ളാഹു റസൂലും തന്നെ പഠിപ്പിച്ചു. നമ്മളത് വിശ്വസിക്കുക. ആ രൂപത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. അതിനെ കൂട്ടിക്കുഴച്ച് ഫലത്തിലെന്താണ്?
ഒരു ശിർക്കല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. അള്ളാഹ് ശിർക്കാക്കിയ ഒരു കാര്യം ശിർക്കല്ലാതെ ഒരുത്തനാക്കിയാൽ അവൻ കാഫിറായി എന്നാണ് ഇസ്ലാമിക ഇജ്മാ ആണത്. അള്ളാഹു ഒരു കാര്യത്തെ ശിർക്കാക്കി, ആ ശിർക്കായ കാര്യം ഒരുത്തൻ ഹറാമായ ആക്കിയിട്ടോ വസീലത്ത് ശിർക്കാക്കിയിട്ടോ എന്താക്കിയിട്ട് കാര്യമില്ല. അള്ളാഹ് ശിർക്കാക്കിയത് ശിർക്കല്ലാണ്ടാക്കിയാൽ അവൻ കാഫറാണ് എന്നതാണ് മുസ്ലിം ലോകത്തെ അഹ്ലുസുന്നൻ്റെ പണ്ഡിതന്മാരെല്ലാവർക്കും ഇജ്മാ ഉള്ള കാര്യമാണ്. ഇവിടെ വിസ്ഡം ചെയ്ത പണി എന്താ? അള്ളാഹ് ശിർക്കാക്കിയ ഒരു കാര്യമാണ് ജിന്നുകളോടുള്ള സഹായത്തേട്ടം. ശിർക്കാണ് മനുഷ്യനെ സംബന്ധിച്ച് ഗൈബിയായ ജിന്നുകളോടും മലക്കളോടുള്ള സഹായത്തേട്ടം അള്ളാഹ് ശിർക്കാക്കിയാണ്. അത് ശിർക്കല്ലാതാക്കുന്ന ഒരു കൂട്ടത്തെ, ഒരു വിഭാഗത്തെ ഇവിടെ സൃഷ്ടിക്കാണ് വിസ്ഡം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഫറിലേക്കാണ് ആ മനുഷ്യരെ തെളിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ പാപമാണ് ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ പ്രബോധനം ഏറ്റെടുത്ത ആളുകൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. അതങ്ങനെ തന്നെ വാൺ ചെയ്യണം നമ്മൾ. ഇങ്ങനെയൊക്കെ പച്ചായിട്ട് പറയണോ, ഇത് ഇങ്ങനെ കുഫറാണെന്നൊക്കെ പറയണോ? ഒരു വ്യക്തിനെയോ ഒരു സൊസൈറ്റിനെയോ ഒന്നല്ല നമ്മൾ പറയുന്നത്. ഈ വാദം കുഫറാണ്. ഈ കുഫറായ വാദം ഏറ്റെടുക്കുന്നവരെല്ലാം കുഫറിലാണ് അകപ്പെടുക. അതങ്ങോട്ട് പറയും. പറഞ്ഞിട്ട് മനസ്സിലാവുമെങ്കിൽ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക. അതല്ല അങ്ങനെ പറയുന്നതിന് അതിനെപ്പറ്റി നിരൂപണം നടത്തുകയാണെങ്കിൽ നിരൂപണം നടത്തിയിട്ട് നടന്നോട്ടെ. നമ്മൾ പക്ഷേ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ, ഇവർക്ക് ദഅവത്തും വേറെ കാര്യമൊന്നുമില്ല, അങ്ങനെയല്ല. നമുക്കത്തോരം ദഅവത്ത് നടത്താനും സംഘടനാ പ്രവർത്തനം നടത്താനും വേറെ എല്ലാ ഏരിയകളിൽ നമ്മൾ സമയം കിട്ടാതെ കൂടി എടുക്കണം. പക്ഷേ ഇത് നിർത്താത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ, ഈ ജനറേഷൻ നിർത്തിക്കഴിഞ്ഞാൽ ഇനി ഇതിനെപ്പറ്റി പറയാൻ ഒരാളുണ്ടാവില്ല, അടുത്ത ജനറേഷനിൽ ഒരാളുണ്ടാവില്ല. അതുകൊണ്ട് ഈ ജനറേഷനിലുള്ള കേന്നന്മാരൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ വിഷയത്തിൽ കേനം പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും ഹത്തീമാരും സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് അവരുടെ ഒരു ബാധ്യത ആണ് എന്ന് ഇവർ മനസ്സിലാക്കിയാൽ നല്ലത്.